രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗം മാത്രം കണ്ടും കേട്ടും അത് ചർച്ച ചെയ്തും കഴിഞ്ഞവർക്ക് ഇനി അല്പസമയം മറ്റു ചിലത് കേൾക്കാം. അത് ചർച്ച ചെയ്യുകയും ചെയ്യാം. നേതാക്കളുടെ വാക്ക് വിട്ടേക്കൂ. ഈ ഒഴിവുകാലത്ത് കുറച്ച് സാംസ്കാരിക വർത്തമാനം കേൾക്കാം. കാര്യമായി പറയുന്നത് രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ. പ്രതിഭകളുടെ പേരിൽ കേരളത്തിൽ എവിടെയാണ് സ്മാരകങ്ങൾ ഉണ്ടായിട്ടുള്ളത്? പാവപ്പെട്ട കൊട്ടാരക്കര ശ്രീനാഥന്റെ പേരിൽ ഒരു ബസ് സ്റ്റോപ്പെങ്കിലും കൊട്ടാരക്കരയിൽ ഉണ്ടാക്കിയാൽ നന്നായിരുന്നു. വലിയ മണിമായകളൊന്നും വേണ്ട. ഓരോ ബസ് സ്റ്റോപ്പ്, ഈ ചേറ്റുവായിലൊരു ബസ് സ്റ്റോപ്പ് രാമു കാര്യാട്ട് സാറിന്റെ പേരിൽ ഉണ്ടായാൽ മതി. രാമു കാര്യാട്ട് സ്മാരകം, അത് മതി. അങ്ങനെ കൊട്ടാരക്കരയിൽ സ്മാരകം വേണം. കൊട്ടാരക്കര ശ്രീധരൻ നായർ സ്മാരകം. അതിന്റെ താഴെ ഈ സിനിമയൊക്കെ കണ്ട് വിജയിപ്പിച്ചവരുടെ അടുത്ത തലമുറ വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ സമയത്തിന് വരാത്ത ബസ് കയറി പോട്ടെ എന്ന് വിചാരിക്കാമല്ലോ. ഒരു ബസ് സ്റ്റോപ്പെങ്കിലും കലാകാരന്മാരുടെ പേരിൽ കോൺഗ്രസ് മന്ത്രിസഭ വന്നാലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നാലും ഇനിയെങ്കിലും ചിന്തിക്കുക. ഒരു ബസ് സ്റ്റോപ്പ് ഒരു സ്ഥലത്ത്, ആ ബസ് സ്റ്റോപ്പിന്റെ മേളിൽ മലയാള സിനിമയ്ക്ക് വേണ്ടി വിയർപ്പ് ചിന്തി മരിച്ചുപോയ, ഒന്നും പ്രതീക്ഷിക്കാതെ സ്ഥാനമാനങ്ങളൊന്നും നേടാതെ മരിച്ചുപോയ, പുറകുവശത്തൂടെ കയറി പുരസ്കാരങ്ങളോ അവാർഡുകളോ പത്മശ്രീകളോ വാങ്ങിക്കാത്ത മഹാനായ കലാകാരന്മാർക്ക് വേണ്ടി ഓരോ ബസ് സ്റ്റോപ്പുകൾ തരാനുള്ള മനസ്ഥിതിയെങ്കിലും ഭരിക്കുന്നവർക്കുണ്ടാവുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജഗദീഷ് കുമാർ അടക്കം. എനിക്കൊരു ബസ് സ്റ്റോപ്പ് വേണം ജഗതി ജംഗ്ഷനിൽ, വളരെ അത്യാവശ്യമാണ്. അതിൽ കൂടുതൽ ഒന്നും എനിക്ക് വേണ്ട. ജീവിതത്തിന്റെ മധ്യാഹ്നം കഴിഞ്ഞ് നിൽക്കുക, എന്താണ് സായാഹ്നത്തിലോട്ട് പോവുകയാണ് ഞാൻ. എനിക്കിനി പുരസ്കാരങ്ങൾ വലിയ വിഷയങ്ങളല്ല. പുരസ്കാരങ്ങൾ വേണ്ട എന്ന് പരസ്യമായിട്ട് പറയുന്നവനാണ് ഞാൻ. ഈ പറഞ്ഞ പുരസ്കാരങ്ങളെല്ലാം ഏറിയ പങ്കും യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ നൽകപ്പെടുന്നതാണ് എന്നുള്ളതാണ്. ജാതി തിരിച്ച്, മതം തിരിച്ച്, രാഷ്ട്രീയം തിരിച്ച് നൽകപ്പെടുന്നതാണ് ഇതല്ല. പുരസ്കാരങ്ങൾക്ക് അന്തസ്സുള്ള കാലമുണ്ടായിരുന്നു 10, 40, 30 വർഷത്തിന് മുമ്പ്. അന്നത്തെ ഒരു ഭരതും അന്നത്തെ ഒരു പത്മശ്രീയും അന്നത്തെ ഒരു പത്മഭൂഷണവും അതിൻ്റെ അന്തസ്സുണ്ടായിരുന്നു. ഇന്ന് ഏത് പട്ടിക്കും കിട്ടാവുന്ന അവസ്ഥയായിരിക്കുന്നു ഇത്. അത് മാറ്റിയെടുക്കേണ്ട ചുമതല അഴീക്കോടിലെ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർക്കാണ്. അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പറയുകയും സംസാരിക്കുകയും വേണം. പുരസ്കാരങ്ങളുടെ വില ഇടിച്ചു കളയരുത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ കാര്യമായിട്ട് കേൾക്കുന്നവനാണ് ഞാൻ. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും അദ്ദേഹം സംസാരിക്കുന്ന ആളാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. വൈസ് ചാൻസലർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ എനിക്കറിയാൻ വ്യക്തമായി. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഞാൻ 1-2 വായിച്ചിട്ടുണ്ട്. ചിലത് മനസ്സിലായിട്ടില്ല എനിക്ക്. അത് മനസ്സിലാക്കാൻ ഇനിയും എനിക്ക് പ്രായമേറി വരേണ്ടി വരും. അത്രയും അനുഭവങ്ങളും എനിക്ക് വേണം. പക്ഷെ ഇങ്ങനെ കാതലായ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊന്നും സംസാരിക്കാറില്ല. ചില കാതലായ പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ സംസാരിക്കില്ല അദ്ദേഹം. അദ്ദേഹത്തിന് സംസാരിക്കാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇത് അദ്ദേഹം അറിയണം. അദ്ദേഹം സംസാരിക്കേണ്ട 1-2 പോയിന്റ്സ് കടന്നു പോയിരിക്കുന്നു ഇപ്പൊ കേരളത്തിൽ. 1-2 കാര്യങ്ങൾക്ക്. അപ്പൊ നമ്മൾ അദ്ദേഹം എന്ത് പറയുന്നൊക്കെ എന്നെ പോലെയുള്ള വിഡ്ഢികൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധിമാന്മാർ വിചാരിക്കും എന്തോ ആയിക്കോട്ടെ. അപ്പൊ അദ്ദേഹം ദയവ് ഇത് സംസാരിക്കാതിരിക്കരുത്, സംസാരിക്കണം, തീർച്ചയായിട്ടും വേണം. അദ്ദേഹം പല കാര്യങ്ങളും നമ്മളെ കുറിച്ച് ഓർമ്മപ്പെടുത്താറുണ്ട്, പല കാര്യത്തെക്കുറിച്ച്. അപ്പൊ അതുകൊണ്ട് ദയവേത് അദ്ദേഹത്തിന്റെ ആ ഒരു വാചാലത നമുക്ക് നഷ്ടമാകാതിരിക്കട്ടെ. ബുദ്ധിജീവി രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ അനുഭാവികളുമുള്ള കേരളത്തിൽ ഈ ഒഴിവുകാലത്തെങ്കിലും കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. ദാരിദ്ര്യം, വികസനം, കാലുമാറ്റം തുടങ്ങി ചില കാര്യങ്ങൾ. ഒരാളിപ്പോ CPM-നെ വഞ്ചിക്കാൻ കണ്ടുപിടിച്ചൊരു തീരുമാനം പോലെ ഇവിടെ ഒന്നും ദരിദ്രരില്ല, അതുകൊണ്ട് ഞാൻ ഡൽഹിയിലെ ദരിദ്രം അന്വേഷിച്ചു കൂടി. ഇപ്പൊ തന്നെ ഇന്റർനെറ്റിൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ പറയാൻ പാടില്ലാത്ത ഒരു വാക്കിലുണ്ട്. അതൊരു സൈറ്റ് പോലും അൽഫോൺസ് കണ്ണന്താനം ഈസ് ആൻ ആസ്കോൾ. അതിന് മലയാളത്തിലൊരു വാക്ക് പോലും ഇല്ല. പ്രസിഡന്റ് പറയണ്ടത് എന്താ നോക്കുക, ഒരു പുതിയ സൈറ്റ് തുടങ്ങിയിരിക്കുക. അതിന് മലയാളത്തിൽ തർജ്ജമ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെനിക്ക് സന്തോഷിപ്പിക്കുന്നേ. അപ്പൊ കേരളത്തിലെ പാവപ്പെട്ടവരും ഡൽഹിയിലെ പാവപ്പെട്ടവരും നമുക്ക് താരതമ്യപ്പെടുത്താൻ എങ്ങനെ താരതമ്യപ്പെടുത്താൻ പോകുന്നത്? കണ്ണന്തനെ പറയുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള നവലിബറൽ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പരിഹാസ്യവും ഒരു കൊമേഡിയനാണ്. ഒരിക്കൽ ലാലു സിംഗപ്പൂരിൽ ചെന്ന് പുള്ളിയോട് ചോദിച്ചു, ഇതൊക്കെ കണ്ടിട്ട് ലാലുവിനെ ചിന്തിച്ചു എന്ത് തോന്നുന്നു എന്ന് ലാലുവിനോട് ആരോ ചോദിച്ചു. പുള്ളി പറഞ്ഞു, ലീക്കുവാൻ 25 വർഷം എടുത്തു ഒരു ചേരിയെ ഇതുപോലത്തെ സിംഗപ്പൂർ പോകണമെന്ന ഒരു സ്ഥലമാക്കി മാറ്റാൻ. എനിക്ക് സിംഗപ്പൂർ വരികയാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഞാൻ ഇതിനെ ബീഹാർ പോണക്കാക്കാമെന്ന് പറഞ്ഞു ലാലു പറഞ്ഞു. അദ്ദേഹം നോക്കിയപ്പോ കാഞ്ഞിരപ്പള്ളി ദരിദ്രരില്ല. ഇനി എന്റെ ജീവിതം ഇവിടെ
ഇവിടെ കഴിച്ചു എന്ത് കേട്ടോ എവിടെ കഴിച്ച കേരളത്തിൽ ഒരുപോലെ പോലും കഞ്ഞി കുടിക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഉണ്ടാ ഇല്ല. അവർ ഈ രാഹുൽ ഗാന്ധി വിളിച്ചു നോക്കുന്നുണ്ടോ അവിടെ? ഡൽഹിയിലെ 3-1 ഏതാണ്ട് 18 മില്യൺ ആൾക്കാർ ഡൽഹിയിലുണ്ടെങ്കിൽ അതിന് 3 ആൾക്കാർ താമസിക്കുന്നത് ചേരിയില്ല. ഗഡ്കരി RSS വിളിച്ചു ചോദിക്കുന്നു ഇവിടെ ദരിദ്രരുണ്ട്, പക്ഷേ മുഴുവൻ മുസ്ലിങ്ങൾ. അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല മുസ്ലിം ദരിദ്രരെ താല്പര്യവും ഗഡ്കരിക്ക് കുറവ്. ഞാൻ ബീഹാറിൽ പോയി ജോലി ചെയ്തിട്ടുള്ള ആളാ. ഇലക്ഷന് എവിടെയാ? മാധേപുര ലാലുവിന്റെ മണ്ഡലത്തില്. അതേ ജാർഖണ്ഡിൽ പോയി. ജാർഖണ്ഡ് എവിടെയാ? പലാമു. നാക്സലൈറ്റുകളുടെ ഏറ്റവും വലിയ കേന്ദ്രമായ പലാമുവിൽ ഒബ്സർവറായിട്ട് പോയി ഞാൻ ജോലി ചെയ്യുക. അപ്പൊ അദ്ദേഹം അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടേക്കാണ് ദരിദ്രം. അദ്ദേഹത്തിന് കുറെ കുടിക്കുന്ന റുവാണ്ടയുണ്ട്, സ്വഭാവമുണ്ട്. അത് ഇവിടെ മാത്രം ചുരുക്കരുത്. കഞ്ഞിരപ്പെട്ടി വിട്ടാൽ ഇവിടുന്ന് പിടിവിട്ടാൽ പിന്നെ ഹനുമാനെ പോലെ ചാടേണ്ടത് റുവാണ്ടയിലേക്ക്. കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ അവിടെ ഇല്ലാത്തപ്പോഴാണ്, ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോഴാ പേര് വന്ന് എന്റെ ഭാര്യ പറഞ്ഞു ഇതൊരു വ്യത്യസ്തരാണല്ലോ. സാധാരണ മറ്റുള്ള പാർട്ടിക്കാരുടെ ആൾക്കാരൊക്കെ വന്നെങ്കിൽ ഇടിച്ച് കയറിയിട്ട് നമ്മളെ അങ്ങോട്ട് തിന്നാൻ വരിക. പക്ഷെ BJP-ക്കാർ കയറി വന്നപ്പോൾ എല്ലാവരും ചിരിച്ചോണ്ടാവാ. അപ്പൊ ഇത് നല്ല മാന്യന്മാരാണെന്നല്ലോ എന്റെ ഭാര്യ പറയുക. ചിരിക്കാനുള്ള കഴിവ് വേണം അല്ലേ? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭിക്ഷാപാത്രവുമായി വരുന്ന ഒരു ദരിദ്രനോട് എങ്ങനെ അദ്ദേഹം പെരുമാറുന്നില്ല. പിന്നെ നമുക്ക് വീണ്ടും ഒന്ന് തിരിഞ്ഞ് കാഞ്ഞിരപ്പള്ളി ഞാനും അവിടേക്ക് ഒന്ന് കല്യാണം കഴിച്ചത് ഞാൻ അന്വേഷിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും കണ്ണന്താനം പറഞ്ഞത് തെറ്റാണ്. ഇവിടെ ദാരിദ്ര്യമുണ്ട്. കുറഞ്ഞ പക്ഷം രാഷ്ട്രീയ തമാശകളുടെ കാര്യത്തിലെങ്കിലും അത് പ്രേക്ഷകർക്കും മനസ്സിലായി കാണും. ഈ ദാരിദ്ര്യത്തിന് കാരണം ഇപ്പോഴുള്ള ഒഴിവുകാലമാണ്. ഒഴിവുകാലം വേഗം കഴിഞ്ഞ് നല്ല കാലം വേഗം വരുമെന്ന് ആശിക്കാം. അതുവരെ കാത്തിരിക്കാം. അതുവരെ തിരുവാതിരയുടെ മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് .com കാണുക. നന്ദി, നമസ്കാരം.